ഇന്ന് നമ്മുടെ അതിഥി ഒരു കുഞ്ഞ് അതിഥിയാണ്. നമ്മളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗസ്റ്റാണ്. ഓ സന്തോഷം എനിക്കും. ഇനി ഇങ്ങനത്തെ ഒരുപാട് പ്രായം കുറഞ്ഞ ഗസ്റ്റുകൾ വരട്ടെ. അല്ല, ഇതിലും പ്രായം കുറഞ്ഞവരെയും കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഈ കുറച്ച് പ്രായമായവരെ പറ്റിയുള്ള ഒരു അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നമ്മളും പ്രായമാവേണ്ടവരാണല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരെ പറ്റി, ഒരു പ്രത്യേക പ്രായത്തിലുള്ള ആൾക്കാരെ പറ്റി എനിക്ക് സ്പെസിഫിക് അഭിപ്രായങ്ങളൊന്നുമില്ല. ഓരോ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട് ഓരോ ആൾക്കാരെ പറ്റി. പക്ഷെ പ്രായം വെച്ച് ഞാനങ്ങനെ ഇയാൾ പ്രായം കൂടിയ ആളായതുകൊണ്ട് എനിക്ക് മുന്നേ ഒരു ഇങ്ങനെ ആയിരിക്കും എന്നൊരു ഔട്ട്ലുക്കൊന്നും ഞാൻ കൊടുക്കാറില്ല ആർക്കും. ഏതൊരു സമയത്താണെങ്കിലും കുറച്ച് പ്രായമായവർ പറയും പണ്ടൊക്കെ നല്ലതായിരുന്നു, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആകെ അലമ്പാണ് എന്നൊക്കെ എല്ലാ കാലത്തും പറഞ്ഞിരുന്നു. അങ്ങനെ കേൾക്കാറുണ്ടോ? ഞാൻ എൻ്റെ പേരിൽ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ കേട്ടാൽ തന്നെ എനിക്കതങ്ങനെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് തോന്നാറില്ല. ചിലപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്നോ രണ്ടോ പേരെ വെച്ച് നമ്മളങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഈ കാലഘട്ടം മൊത്തം മോശമാണ് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല അങ്ങനെ പറയുന്നതിനോട്. ഒരു ഇപ്പം പണ്ടെല്ലാം നന്നായി നടന്നിരുന്നു, പണ്ട് പല കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ കുറവായിരുന്നു, ഇന്ന് അതൊക്കെ ഒരുപാട് കൂടുതലാണ്. പിന്നെ ഇന്ന് എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് അത്രയും നന്നായിരുന്നില്ല പലതും, പല സാഹചര്യങ്ങളും. ഓരോ വീട്ടിലെ അവസ്ഥകളാണ് ഈ തന്നെ. ഇന്നത്തെ സമൂഹം കുറച്ചുകൂടെ മുന്നേക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തോട് മോശം അഭിപ്രായങ്ങളില്ല. മീനാക്ഷി ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ എങ്ങനെ മാറും എന്നാണ് വിചാരിക്കുന്നത്? ഞാനങ്ങനെ പ്രത്യേകിച്ച് മാറുമൊന്നുമില്ല. കൂടുതൽ അറിയാൻ ശ്രമിക്കും. ഞാൻ ഒന്നിൽ നിന്നും മാറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങൾ മാറ്റി ഞാൻ പുതിയൊരു മനുഷ്യനാകുമെന്നോ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ ശ്രമിക്കും, കൂടുതൽ വ്യക്തികളെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഈ അടുത്തായിട്ടാണ് ഞാൻ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. അതിന് മുന്നേ ഞാൻ അങ്ങനെ ഒന്നും ഇൻ്റർവ്യൂസ് ഒന്നും വന്നുകൊണ്ടിരുന്ന ആളല്ല. ഞാൻ എൻ്റെ വീട്ടിലെപ്പോഴും പറയും, ഞാൻ എൻ്റെ ഇൻ്റർവ്യൂസിൽ മാത്രമാണ് എന്നെ ഇത്ര സീരിയസ് ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ അവിടെ മാത്രമാണ്, അങ്ങനെ ഒരു സ്പേസിൽ മാത്രമാണ്. നല്ല നല്ല ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, അതിനൊക്കെ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം കുറച്ച് പേർക്കെങ്കിലും ചില കാര്യങ്ങളെങ്കിലും ചിന്തിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന ഒരാളായിരിക്കും. എന്തൊക്കെ പഠിക്കണം എന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ശരിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ആഗ്രഹമാണ്. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതങ്ങനെ ആരും ഫോഴ്സ് ചെയ്യുന്നൊന്നുമല്ല. നമുക്കിപ്പോൾ അതെവിടെയും പഠിക്കാനൊന്നും ഇല്ല. ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പം സിലബസിലെന്തോ. പക്ഷെ അല്ലാതെ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി മൊത്തമൊന്നും പഠിക്കാനില്ല. അപ്പം അത് പഠിച്ചു. ഇപ്പോൾ കുറേ ഇൻസ്റ്റഗ്രാമിൽ അതെനിക്ക് അങ്ങനെ തോന്നാൻ കാരണം, ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ച ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്നതിൽ ആ ക്ലാരിറ്റി നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അങ്ങനെ അത് നമുക്ക് ആവശ്യവുമാണ് അത് പഠിച്ചിരിക്കേണ്ടത്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ലോ എങ്ങനെയാണ്, ഇതിൻ്റെ റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഇൻട്രസ്റ്റ്. അതെ, അതങ്ങനെ പല ദിവസവും പലതായിരിക്കും. ഇപ്പം എന്തെങ്കിലും ഇന്ന് ചേട്ടൻ ചോദിക്കുന്നത് എന്നായിരിക്കും എന്തെങ്കിലും കിട്ടുന്നത്, എനിക്ക് അറിയാൻ പാടില്ലാത്ത വിഷയമായിരിക്കും. അപ്പം അതിനെപ്പറ്റി എടുത്ത് നോക്കും. അങ്ങനെ അല്ലാതെ ഇന്നതിനെ പറ്റി കൂടുതൽ പഠിക്കണം അങ്ങനെയൊന്നുമില്ല. ഏറ്റവും അടുത്ത് ശാരദക്കുട്ടി അതെ അവര് പറഞ്ഞല്ലോ, അനുഭവങ്ങൾ വരുമ്പോൾ മാറും എന്ന് പറഞ്ഞല്ലോ. അത് കേട്ടിട്ട് എന്തെങ്കിലും തോന്നിയോ? ഇല്ല, അനുഭവങ്ങൾ വരട്ടെ. നമ്മളും അതാണല്ലോ ആഗ്രഹിക്കുന്നത്, ഒരുപാട് അനുഭവങ്ങൾ വരണം. എന്നാലേ നമുക്കിപ്പം നമ്മൾ സമൂഹത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാട് അനുസരിച്ചാണ് എൻ്റെ സംസാരങ്ങളും എൻ്റെ ശരികളാണ് ഞാൻ അവിടെ പറയുന്നത്. അപ്പം അങ്ങനെ വരട്ടെ. ആ ഒരു വിഷയമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇത് ഫെമിനിസത്തെ പറ്റിയായിരുന്നു അവിടെ സംസാരിച്ചത്. അതുപോലെ ഇതും ഒരു ഐഡന്റിറ്റി ഇഷ്യൂ ആണ്. അതായത് സ്ത്രീകളുടെ റൈറ്റ്സ്, പുരുഷന്മാരുടെ റൈറ്റ്സ്. അതുപോലെ തന്നെ പക്ഷെ കുറച്ചും കൂടി വോക്കലാണ് ദളിത് റൈറ്റ്സിനെ പറ്റി എന്നെനിക്ക് തോന്നി. സ്ത്രീകളല്ലേ ദളിത്സിനേക്കാളും കൂടുതൽ ഒപ്രസ്ഡ്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കംപ്ലീറ്റ്ലി അറിയാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ സീരിയസ്നെസ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ രണ്ടാൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല, ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ഇത് അനുഭവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്ന് നമ്മൾ
ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളത് ഇറങ്ങി ചെന്ന് അതും കൂടി കാണേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഈ സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴും സ്ത്രീ പുരുഷ വ്യത്യാസം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കുന്നത് എന്നാണോ അന്ന് ഈ ഫെമിനിസത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ പാട്രിയാർക്കിയുടെയോ ഒന്നും കോട്ടുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും പ്രാധാന്യത്തെ പറ്റി എടുത്ത് പറയാത്തൊരു സാഹചര്യം വന്നാൽ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അല്ലേ? അങ്ങനെ അല്ലാത്തൊരു സമൂഹം വന്നു കഴിഞ്ഞാൽ ഉറപ്പായും സ്ത്രീയും പുരുഷനും ശാരീരികമായിട്ട് രണ്ട് വ്യത്യസ്ത മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കുള്ള അവകാശങ്ങളിലെ തുല്യതയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ശാരീരികമായിട്ടുള്ള തുല്യതയോ നമ്മൾ പുറത്ത് കാണുമ്പോൾ ചിലപ്പം പല ആൾക്കാരും കൃത്യമായിട്ട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടും ഉണ്ടാവാം. പക്ഷേ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇന്നും എൻ്റെ ഫെമിനിസം. ഞാനത് ഒരിക്കലും അത് തെറ്റാണെന്ന് എനിക്ക് കാണാത്തിടത്തോളം, അല്ലെങ്കിൽ ഞാനത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ ഇപ്പം പുറത്തുനിന്ന് അങ്ങനെ അല്ലാതെ പുരുഷന്മാരുടെ അവകാശങ്ങളിൽ കടന്നു കയറുന്നതല്ല ഫെമിനിസം, അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ, നമ്മളുടേതായ നമ്മളെപ്പോലെ തന്നെ, നമ്മൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ സമൂഹത്തെ അല്ല കേട്ടോ, മനുഷ്യന്മാരെ, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടേതായ അതേ അവകാശങ്ങളുള്ള മറ്റൊരാളെ, അത് സ്ത്രീയോ പുരുഷനോ, അതേ അവകാശങ്ങളുള്ള ഒരാളുടെ അവകാശങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ മൂല്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങളോ നേടാൻ ശ്രമിക്കുന്നതല്ല ഒരു ഫെമിനിസമോ അല്ലെങ്കിൽ ഒരു പുരുഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഒന്നും നമ്മൾ സംസാരിക്കുന്ന ഒന്നിൻ്റെയും യഥാർത്ഥ അർത്ഥം അതല്ല. ഒരാളെ തടഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നേറുക അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങൾ നേടാൻ ശ്രമിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരേ സാഹചര്യത്തിൽ നിൽക്കുന്ന രണ്ടാൾക്കാരെ ഈക്വൽ ആയിട്ടുള്ള അവകാശങ്ങളും അവസരങ്ങളും അവർക്കുണ്ട്. അതാരും നേടിക്കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല, അല്ലേ? അത് തന്നെയാണ് ഞാൻ അതിന് മുന്നേ ഇട്ട പോസ്റ്റുകളിലും പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഇവിടെ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിൽ തടയിടുന്നത് പണിഷബിളാണ്. അതാണ് നമ്മൾ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഒരാളുടെ അവകാശങ്ങൾ, ഇപ്പോൾ ഒരു സ്ത്രീയുടെ ആയിക്കോട്ടെ ദളിതന്റെ ആയിക്കോട്ടെ, ഒരു അവസരങ്ങളാണ്, അവസര സമത്വമാണ് ഉദ്ദേശിച്ചത്, അല്ലേ? ഈ ഒരാൾക്ക് അവസരം കിട്ടാത്ത ഒരാൾക്ക് അവസരം കിട്ടുമ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അവസരം പോകും. അതായത് ഇപ്പം സമൂഹത്തിൽ സ്ത്രീകൾ 50%. 50% സ്ത്രീകൾക്ക് അവസരം കിട്ടുമ്പോൾ ഇന്ന് പുരുഷന്മാർക്ക് 60% അവസരം കിട്ടുന്നതെങ്കിൽ ആ 10% പേർക്ക് പിന്നെ അവസരം കിട്ടില്ല. അപ്പൊ 50% സ്ത്രീകളെയും ഒഴിവാക്കണം എന്നാണോ? അല്ല, ഒഴിവാക്കാൻ പാടില്ല എന്ന് തന്നെയാ പറയുന്നത്. സ്ത്രീ സമത്വം വരുമ്പോൾ ഇന്ന് പുരുഷന്മാർ അനുഭവിക്കുന്ന പല പ്രിവിലേജസും നഷ്ടപ്പെടും. അതാണ് യാഥാർത്ഥ്യം. അത് പക്ഷെ അങ്ങനെ പ്രിവിലേജസ് ആയിട്ട് കാണാതിരിക്കുന്ന ഒരു സമൂഹം വരണം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഫെമിനിസത്തിന്റെ അർത്ഥം ഒരിക്കലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പുരുഷ വിഭാഗം പുരുഷനെ പോലെ ആവുക എന്നുള്ളതല്ല സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അതല്ല ഇക്വാലിറ്റി. ഒരാളെയും പോലെ ആവാൻ ശ്രമിക്കുന്നതല്ല. പണ്ട് ഈ ഫെമിനിസത്തിന്റെ ഒക്കെ ഒരു ഫസ്റ്റ് വേവ് എന്ന് നമുക്ക് പറയാം, ഒരു 90th സെഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു 20th സെഞ്ചുറിയിലോ ഒക്കെ യൂറോപ്പിൽ വരുന്ന സമയത്ത് സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആവാനായിട്ട് അങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ചേട്ടൻ അതിനെ പറ്റി ക്ലിയർ ആയിട്ട് ഇതുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തിറങ്ങി രാത്രി അവരുടെ മിഡ് നൈറ്റ് പാർട്ടീസ്, അവർ സിഗരറ്റ് സ്മോക്ക് ചെയ്യുക, ആൽക്കഹോൾ, അങ്ങനെ നടന്ന് പുരുഷന്മാർ എന്ത് ചെയ്യുന്നോ അതുപോലെ പുരുഷന്മാരെ പോലെ ആയാൽ ഇവർക്ക് ഇക്വാലിറ്റി ഉണ്ട്, അതുപോലെ ആവുന്നതാണ് ഇക്വാലിറ്റി. ആ പറച്ചിൽ തന്നെ ഒരു കുഴപ്പമുണ്ടല്ലേ? നമ്മൾ പുരുഷനെ പോലെ ആവണം, പുരുഷനെ പോലെ നമുക്ക് അവസരങ്ങൾ വേണം. അങ്ങനെയല്ല, ആരെയും പോലെയല്ല മറ്റൊരാൾക്ക് അവസരം വേണ്ടത്. എല്ലാവർക്കും തുല്യ അവസരങ്ങൾ, അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ഇപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിലും ഒക്കെ അത് തുല്യമായിട്ട് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ പ്രിവിലേജ്ഡ് ആയിട്ട് നമ്മൾ ആരെയും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ പുരുഷന്റെ പ്രിവിലേജ് പോയി അത് സ്ത്രീക്ക് കൊടുക്കണം എന്നല്ല, നമ്മൾ പ്രിവിലേജ്ഡ് ആയിട്ട് ആരെയും കാണുന്നില്ല, ഓരോ വ്യക്തികളായിട്ട് കാണാല്ലേ. ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അല്ല, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ആഗ്രഹിക്കുന്നുണ്ട്, പ്രിവിലേജ് അനുഭവിക്കുന്നവർ. അത് തെറ്റാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പുരുഷന്മാരങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് തെറ്റാണ്. അറിയുന്ന പോലും ഇല്ലല്ലോ, അവർ ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്ന പോലും ഇല്ല. അത് അറിയണം എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കല്ലാതെ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരൊക്കെയോ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് മൊത്തം പുരുഷ സമൂഹത്തെ അടച്ചാക്ഷേപിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെയല്ലാതെ ഫെമിനിസത്തിന് വേണ്ടി നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരുപാട് പുരുഷന്മാരും ഇവിടെയുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ കണ്ണടച്ച് കാണാതെ പോകുന്ന പോലെ ഇരിക്കും. അങ്ങനെയല്ല, ആരൊക്കെയോ ഏതൊക്കെയോ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സമൂഹത്തെ മൊത്തം നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. അതായത് സ്ട്രക്ചറലി ഇത് രണ്ട് എനിക്ക് മനസ്സിലായത്, ഒന്ന് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ മതം അല്ലെങ്കിൽ മറ്റ് സാമൂഹികമായ ആചാരങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ്. വിവാഹത്തിൽ സ്ത്രീക്ക് കുട്ടിയെ വളർത്തുന്നതിൽ ഉത്തരവാദിത്തത്തിൽ കൂടുതൽ
സ്ട്രക്ചറലി ഇന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുമോ? അത് മാറ്റണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അവർ തന്നെ തീരുമാനിക്കണം. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് വിവാഹത്തിൽ അങ്ങനെ സംഭവിക്കണം ഇങ്ങനെ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുറമേ നിൽക്കുന്ന ഒരാൾക്ക് ഒന്നും മാറാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ ഒരു വിവാഹത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ ഒരു കുടുംബം എന്നുള്ള അങ്ങനെ ഒരു കെട്ടുപാടിൽ അവരെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാനായിട്ട് അവർ തന്നെ വിചാരിക്കേണ്ട ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അവർ തന്നെ പറയണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കുറച്ച് പേര് അവർക്കതിൽ ബുദ്ധിമുട്ടില്ലാത്തടത്തോളം നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആരൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ കുറേ പേര് വിവാഹം കഴിക്കുന്നത് തെറ്റാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതല്ലാതെ മറുത്ത് ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിനുവേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. വിവാഹം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുകയും എല്ലാവരും കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ പിന്നെ ഒരു പുതിയ ജനറേഷൻ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം ഒരു ഡിബേറ്റ് കൊണ്ടും ആൾക്കാർ അങ്ങനെയൊന്നും നമ്മുടെ മെയിൻ ഇപ്പം ഏത് തിയറി എടുത്തു നോക്കിയാലും നമ്മുടെ സർവൈവൽ വെച്ച് നോക്കിയാലും ഒന്നും ഇങ്ങനെയൊന്നും ഒരിക്കലും എന്തെങ്കിലുമൊക്കെ വന്നതുകൊണ്ടോ പുതിയ തിയറികൾ വന്നതുകൊണ്ടോ ഒന്നും അവിടെ രണ്ടാൾക്കാർ തമ്മിൽ സ്നേഹമില്ലാതിരിക്കും. അത് ഇപ്പം നമ്മൾ കാണുന്ന ആനിമൽസിൻ്റെ ഇടയ്ക്ക് പോലും ഉണ്ട്. രണ്ട് ജെൻഡറുകൾ തമ്മിലുള്ള അട്രാക്ഷനോ ഇപ്പം നമുക്ക് അങ്ങനെ പറയാനില്ലെങ്കിലും രണ്ടാളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കാതിരിക്കുകയോ അവർക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കുകയോ ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. അതൊക്കെ നമ്മൾ ചുമ്മാ അങ്ങനെ ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പമാണ്. ഇപ്പം നമ്മൾ പ്രിവിലേജ്ഡ് അവരെ പ്രിവിലേജ് അല്ല ഇപ്പം വിവാഹം വേണ്ട എന്ന് എല്ലാവരും വിചാരിക്കും എന്നൊക്കെ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് പോകുന്നതുകൊണ്ട് തോന്നുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും ഇപ്പം വിവാഹം കഴിക്കണം എന്നില്ലല്ലോ ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാവാനോ കുട്ടികളെ വളർത്താനോ ഒന്നും. അപ്പൊ അതിനൊന്നും ഒരു ഉത്തരവാദിത്വമല്ലേ ഒരു കുട്ടിയെ? അതെ, ഉറപ്പായിട്ടും അതൊരു ഉത്തരവാദിത്വമാണ്. ആളുകൾ തീരുമാനിക്കുകയാണ് എനിക്ക് ഉത്തരവാദിത്വം വേണ്ട. ഉദാഹരണത്തിന് ചൈനയിൽ വർഷങ്ങളോളം സിംഗിൾ ചൈൽഡ് പോളിസി ആയിരുന്നു. ഇപ്പൊ അതൊക്കെ റിലാക്സ് ചെയ്തു. പക്ഷെ അവർക്ക് ഇനി രണ്ടാമതൊരു കുട്ടി വേണ്ട. അവർക്ക് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ആളുകൾക്ക് വേണ്ട. ഇതുപോലെ തന്നെ ജപ്പാനിൽ കുട്ടികളില്ല, ഏജിങ് പോപ്പുലേഷനാണ്. അപ്പം ഇതൊക്കെ കുറെയൊക്കെ സമൂഹത്തിന്റെ ആവശ്യമല്ലേ എന്നാ ചോദിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഇത് ആവശ്യമില്ല. വ്യക്തിക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് അത് ഉത്തരവാദിത്വമാണ്. മനസ്സിലാക്കേണ്ടത് എല്ലാവരും എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്തരം ടോപ്പിക്കുകളൊന്നും എവിടെയും സംസാരിച്ചിട്ടോ അങ്ങനെയൊന്നും ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷെ അപ്പം മനസ്സിലാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇതെല്ലാം സമൂഹത്തിന് ആവശ്യം, കുറേ വ്യക്തികൾ കൂടുന്നതാണ് ഒരു സമൂഹം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമൂഹത്തിന് ആവശ്യമാണെന്ന് പറയുന്നത് വ്യക്തിയുടെ ആവശ്യമാണ്, വ്യക്തികളുടെ ആവശ്യമാണ് ഒരു സമൂഹത്തിന് വേണ്ടത്. ആരും ഒരു മെഷീൻസ് അല്ല. അവരുടെ ഇഷ്ടത്തിനോ അവരുടെ സ്വാതന്ത്ര്യത്തിനോ തടയിടുന്നത് പോലെ ഒന്നിനെയും ഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണമെന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് ഓർഡർ കൊടുക്കാനോ ഒന്നും ഇത്തരം നമ്മളുടെ ഇന്ത്യ പോലൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രിയിൽ അങ്ങനെയൊന്നും ഒരിക്കലും അത്തരം നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ഓർത്ത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇക്വാലിറ്റി വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ച സ്ത്രീ കുട്ടികളെ നോക്കാതിരിക്കുവോ അല്ലെങ്കിൽ കല്യാണം നടക്കാതിരിക്കുവോ അതൊക്കെ കുറച്ചുകൂടി ഒരു ലാർജർ പിക്ചറാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഇക്വാലിറ്റി, ഇപ്പം മോഡേൺ സൊസൈറ്റി കുറേയും കൂടെ വ്യക്തിക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, നേരത്തെ ഇല്ലാത്ത. അതുകൊണ്ടാണല്ലോ പല ജെൻഡറുകളും ഒക്കെ നമ്മളിപ്പം. അതെ അതെ. പക്ഷെ ഒരു മനുഷ്യൻ ഒരു വ്യക്തി മാത്രമല്ല, ഒരു സമൂഹ ജീവി കൂടിയാണല്ലോ. ഉറപ്പായിട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ സെക്ഷൽ മൊറാലിറ്റി, അത് സാമൂഹികമായൊരു പ്രശ്നം കൂടിയാണത്. കാരണം STDകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാം കുറെയൊക്കെയെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ വേണ്ടേ സമൂഹത്തിന് വേണ്ടി മാത്രം, വ്യക്തിയുടെ കാര്യമല്ല. റെസ്ട്രിക്ഷൻസ് ഓരോന്നോരോന്ന് ഞാൻ പറയാം. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ സെക്ഷൽ മൊറാലിറ്റി തന്നെ പറയാം. ഒന്ന്, സമൂഹത്തിന് ഇപ്പോൾ STDs സ്പ്രെഡ് ചെയ്യുന്നു. അത് ഇപ്പോൾ ഉള്ള റിയൽ ഇതാണ്. എയ്ഡ്സിന്റെ പ്രിവലൻസ് കൂടുന്നു. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. വ്യക്തിയെ ബാധിക്കുന്നുണ്ട്, പക്ഷെ സമൂഹത്തെ ബാധിക്കുന്നു. അതുപോലെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കുറച്ചെങ്കിലും സമൂഹം. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പം STDs കൂടുന്നതിന് അപ്പം അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൂടുതൽ അവിടെ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മുടെ തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ എഡ്യൂക്കേഷൻ ശരിക്കും കൊടുക്കാനായിട്ട് ആര് ഉത്തരവാദിത്വം എടുക്കും? ഉദാഹരണത്തിന് പലർക്കും അറിയില്ല, HPV എന്നൊരു HPVയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ഈ നമ്മൾ പൊതുവെ ജനം അറിയുന്ന പ്രൊട്ടക്ഷൻ കൊണ്ടൊന്നും സ്റ്റോപ്പ് ചെയ്യാത്ത
STDs ആണ് അതൊക്കെ. അപ്പൊ അതിനൊക്കെയല്ലേ സയൻസും ഇതൊക്കെ ഇത്രയും പുരോഗമിച്ചിരിക്കുന്നത്. അപ്പം മനുഷ്യന്മാർക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാത്തിനും സയൻസിന് ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം അറിയാനുള്ള ഒരു മേഖലയാണ് സയൻസ്. അതിനൊക്കെ ഒരു വഴിയുള്ള ഒരു സ്ഥലമാണത്. അപ്പം ചോദ്യം എന്താന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളും അറിയാത്ത ഒരു ജനറേഷനാണ് എല്ലാവർക്കും. ആർക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ എല്ലാത്തിനെ പറ്റിയും ഇങ്ങനെ ആർക്കും ഒന്നിനെ പറ്റി അറിയില്ലാത്തൊരു ജനറേഷൻ എന്ന് പറയുന്നതിനെ കഴിഞ്ഞും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ജനറേഷനാണ്. അങ്ങനെ കൂടി ചിന്തിക്കണം. അപ്പൊ ഞാൻ റീഫ്രേസ് ചെയ്യാം. നമുക്ക് ഈ സെക്ഷൽ മൊറാലിറ്റി ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ, ഏത് തരത്തിലാവും? അതായത് ഇപ്പൊ പൊതുവെ ഇന്ന് മതവും സമൂഹവും വിവാഹം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് കുറെയൊക്കെ സെക്ഷൽ മൊറാലിറ്റി എൻഫോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ഉപയോഗിക്കാൻ അധികം സമൂഹം അനുവദിക്കുന്നില്ല. ഷെയ്മിങ് ചെയ്യുന്നു. വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ അതിനെ നിയന്ത്രിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. പൊതുവേ മനുഷ്യന്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നമ്മുടെ അടുത്ത ജനറേഷനെ ഉണ്ടാക്കുക എന്നുള്ളത്. മനുഷ്യന്റെ ആയാലും പണ്ട് തൊട്ട് നമ്മൾ ഒരുപാട് കാലം പുറകിലേക്ക് പോകേണ്ടി വരും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ മാത്രം ഒന്നുമില്ല. ഇത് മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അടുത്ത ഒരു ജനറേഷൻ, അവരുടെ തന്നെ അടുത്ത ജനറേഷൻ. നമ്മൾ അങ്ങനെയാണല്ലോ മരിക്കാതിരിക്കുന്നത്. ഒരു ജീനിന് മരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അടുത്ത ജീൻ പാസ് ചെയ്ത് അടുത്ത ആളുണ്ടാവുന്നു. ഇവരുടെ തന്നെ ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ജീനിൽ എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ഈ പരമ്പര തന്നെയാണ്, അല്ലെങ്കിൽ ഈ ജനറ്റിക്സ് ആണ് അവിടെ തുടർന്ന് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ സമൂഹം ഉണ്ടായതും. ഇത്തരം ഒരു ലോകത്തിൽ നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നതും ഒക്കെ. ഏറ്റവും ആദ്യകാലത്തെ സമൂഹത്തെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളായിരുന്നു എല്ലാ റോളുകളും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളായിരുന്നു ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ടിരുന്നത്. ഒരു ഗോത്രത്തിന്റെ അതെ ആദ്യം വന്ന ഗോത്ര സമൂഹത്തിൽ ഉൾപ്പെടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചേട്ടൻ അതിനെപ്പറ്റി കുറച്ചുകൂടെ നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾക്ക് ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞ മൈത്രേയനോടൊക്കെ സംസാരിക്കുന്ന ആളല്ലേ. മൈത്രേയൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ്. കാരണം സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് പണ്ട് മുതലേ നടന്നിരുന്ന ഈ വിവാഹ ചടങ്ങുകളിലെല്ലാം ഏറ്റവും മിടുക്കനായിട്ടുള്ള പുരുഷൻ ആരാണ് എന്ന് സ്ത്രീകളാണ് തിരഞ്ഞെടുത്തിരുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ ഓടിത്തോൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ആനയെ മെരുക്കാൻ സാധിക്കുന്ന, ഒരു ഏറ്റവും വലിയൊരു ജീവിയെ മെരുക്കാൻ സാധിക്കുന്ന ഒരു പുരുഷനാരാണ്, ഞാൻ അവനെ സെലക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു അല്ലെ. അതിനുശേഷം അത് ഒരുപാട് സ്ത്രീ മുൻഗണനയിൽ നിന്നുകൊണ്ടുള്ള ഒരു സമൂഹം. അത് മുൻഗണനയല്ല, അതായത് അതെ സ്ത്രീകളുടെ ചോയ്സ് ആയിരുന്നു അന്ന് വലുത്. അല്ല, അത് മൃഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതെ, ഒരു സിംഹത്തിന്റെ കാര്യം എടുത്താലും അങ്ങനെയാണ്. സ്ത്രീയുടെ ചോയ്സ് ആണത് ആര് സെലക്ട് ചെയ്യണം എന്നുള്ളത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എതിരഭിപ്രായം ഇല്ല. പക്ഷെ അവിടെ പുരുഷന് ഈക്വാലിറ്റി ഇല്ല. അവിടെ അശക്തനായ പുരുഷന് കുട്ടികളുണ്ടാവില്ല. അതെ, അതിലെന്താണ് ഇക്വാലിറ്റിയുടെ പ്രശ്നം വരുന്നത്? ആരെങ്കിലും അവരുടെ അവസരങ്ങളിൽ നിന്നും തടയും. അവനേക്കാൾ ശക്തനായ ഒരു പുരുഷൻ. ചേട്ടൻ പറയുന്നത് എനിക്ക് എൻ്റെ ഇതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കുറച്ചും കൂടി ഇതിനെപ്പറ്റി മാത്രം അറിയുന്ന ആരെങ്കിലും എടുത്ത് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിലും ഇത് ചേട്ടന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സംസാരം എനിക്ക് പറ്റില്ല. അപ്പം എൻ്റെ അറിവുകൾ വെച്ചുകൊണ്ട് ആണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു സമൂഹം നമുക്കുണ്ടായിരുന്നു. നമുക്ക് മനുഷ്യന്മാരുണ്ടാവുന്ന കാലം തൊട്ടേ നമ്മുടെ ബേസിക് ഇൻസ്റ്റിൻക്റ്റ് നമ്മുടെ ജനറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ സർവൈവലാണ് അല്ലെ. അതിനുശേഷം വന്ന് ഇന്ന് നമ്മൾ 2025 നമ്മുടെ ഈ ആധുനിക കാലം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പല ജെൻഡേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം പണ്ട് കാലത്ത് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഒപ്രഷൻ ഉണ്ട്. സ്ത്രീകളെ വളരെ താഴ്ത്തിക്കെട്ടിയ ഒരു സമൂഹമായിരുന്നു. ഭയങ്കര അവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ പഠിക്കാനുണ്ട് അല്ലേ. പക്ഷേ ഇന്നത്തെ സമൂഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതേ മനോഭാവം, അന്ന് സ്ത്രീകളോട് കാണിച്ചിരുന്ന അതേ മനോഭാവമാണ് നമ്മൾ പല ജെൻഡേഴ്സിനോടും കാണിക്കുന്നത്. ഈവൻ ട്രാൻസ്ജെൻഡേഴ്സിനോട് പോലും കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ പറ്റി ഈവൻ ഈ ട്രാൻസ്ജെൻഡർ പല ആൾക്കാരും പറയുന്ന ഇപ്പൊ പറഞ്ഞതുപോലെയുള്ളൊരു മണ്ടൻ ചിന്താഗതിയായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ജെൻഡേഴ്സ് വന്നതുകൊണ്ടോ നാളെ നമ്മുടെ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകും, ഇങ്ങനത്തെ ജെൻഡേഴ്സ് ഇങ്ങനെ ഒരുപാട് ഐഡന്റിഫൈ ചെയ്ത് പല ആൾക്കാരും പലതാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വിവാഹം കഴിക്കും, എങ്ങനെ കുട്ടികളുണ്ടാവും, എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ പറയുന്നത് ഒരു അനാവശ്യമായിട്ടുള്ള കോംപ്ലിക്കേഷനാണ്. ഇത് എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ സംശയങ്ങൾ ഇപ്പോൾ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് ഇതിനെപ്പറ്റി അറിയുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് വളരെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ ചേട്ടന് വളരെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടും. ഞാനിത് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച ഒരു കമന്റ് ഞാൻ കണ്ടു. മീനാക്ഷിയെ കാക്ക കൊത്താൻ സാധ്യതയുണ്ടെന്ന്. കേട്ടായിരുന്നോ?
ആ ഞാൻ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഇങ്ങനെ വന്നു. കണ്ടിരുന്നല്ലേ? എന്ത് തോന്നിയത് കണ്ടപ്പോ?